അപ്പോൾ മുനീബ് ഹായ്, നൂറുദ്ദീൻ. ബിഡൻ ചതിച്ചു എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂസ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പ്രസിഡന്റ് ആവുന്നതാണ് കുറച്ചും കൂടിയും അടിപൊളി എന്നുള്ളൊരു സംഭവമുണ്ട്. അല്ല, ഞാനിപ്പോൾ ജോർജിയയിലാണ്, നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ബിഡൻ ഗോണായ സ്ഥിതിക്ക് കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടും. കാരണം നമുക്ക് ബിഡനാണ് കുറച്ചും കൂടിയും ട്രംപിന് ജയിക്കാൻ കുറച്ചും കൂടിയും എളുപ്പം. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസ് തന്നെ മതിയല്ല. അപ്പോൾ ബിഡൻ രാജിവെച്ച സ്ഥിതിക്ക് മാത്രമല്ല, ഈ ബിഡൻ്റെ പാർട്ടിക്ക് തന്നെയാണ് സ്റ്റിൽ റേറ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു നല്ല, ഇപ്പോൾ കമല ഹാരിസ് ആണെന്ന് തോന്നുന്നുണ്ട് വന്നത്. അപ്പോൾ ഒരു നല്ല റേറ്റിംഗ് ഉള്ള പുതിയ ആൾക്കാർ വന്നാൽ ട്രംപിന് കുറച്ചും കൂടിയും കോമ്പറ്റീഷൻ കൂടും. നമുക്ക് നോക്കാം. പക്ഷെ ഇതൊക്കെ ചെറിയ ടൈമിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. മാർക്കറ്റ് ഓൾറെഡി സെറ്റിൽഡ് ആണ്. അപ്പോൾ വീക്ക്ലി ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. 65K അബോവ് ഇന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇപ്പോൾ സാധാരണഗതിയിൽ BTC 60K അബോവിലേക്ക് വന്ന് 65K അബോവ് ക്ലോസ് ചെയ്തപ്പോഴൊക്കെ, വീക്ക്ലി ക്ലോസ് ചെയ്തപ്പോഴൊക്കെ 71 മുട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 65 അബോവ് ഇപ്രാവശ്യം ഇന്നും ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 65. സാബൂസ് പറഞ്ഞ ട്രംപിനേക്കാൾ ടെൻഷൻ നമുക്കായല്ലേ. നമ്മുടെ അവസ്ഥയിലെ ഇന്ത്യയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കൊച്ചു കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ US ഇലക്ഷൻ വരെ നമ്മളെ ബാധിക്കുന്ന സെറ്റപ്പിലേക്ക് നമ്മൾ വളർന്നു പോയി. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് ഒന്ന് കോമ്പറ്റീഷൻ പുതിയ ആൾ പെട്ടെന്ന് വന്ന് എല്ലാം കൂടി ആകുമ്പം അങ്ങനെ വിചാരിക്കുന്ന പോലെ ട്രംപിന് തോക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം. പക്ഷെ ബിഡൻ ആയിരുന്നു എങ്കിൽ കുറച്ചും കൂടിയും, എനിക്കൊന്ന് എക്സാക്ട് ടൈം നാളെ സംതിങ് ആണ് ഇവിടെ വരുത്തും തോന്നുന്നു. നാളെ രാവിലെ അങ്ങനെ എന്തോ ആയിരിക്കും. RNDR നാളെ ലിസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ പേര് മാറ്റുന്നുണ്ട് RNDRൻ്റെ. അപ്പോൾ അതാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും സ്പോട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് തൽക്കാലത്തേക്ക് USDT ആക്കിയിട്ട് നാളെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി റീബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ RNDR. ഇന്ന് 68K അബോവ് ക്ലോസ് ആവുന്നു. അത് നമുക്ക് നോക്കാം. നല്ലത് 65K അബോവ് ക്ലോസ് ആയാൽ മതി. കാരണം എപ്പോഴും 65K അബോവ് ക്ലോസ് ആയപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയുണ്ട്. സോൾ അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയും വായിക്കാം. ബൈഡൻ എന്നാണ് തോന്നുന്നത് കറക്റ്റ്. ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റായിപ്പോയി. ഓക്കെ, സോൾ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ലേ, 122 70 റെസിസ്റ്റൻസ്. അത് സപ്പോർട്ട് പിടിച്ച 200 അടുത്തേക്ക് ഞാൻ സംസാരിച്ചതാണ്. അതൊക്കെ അതിൻ്റെ അതേ സ്ട്രോങ് കാണിക്കുന്നില്ലേ. സോളിനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞത്. ആ റീലും ഞാൻ ഇട്ടതാണ്. ഓൾറെഡി വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. USDT നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. PI കോയിൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. PI കോയിൻസ് കുറേ ആൾക്കാർ അന്നേരം മെയിൻ ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് അന്നേരം മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഈ പരിപാടി കോയിൻസ് ഞാൻ മെയിൻ ചെയ്യുന്നിട്ടുണ്ടായിട്ടില്ല. പണ്ട് കുറേ ആൾക്കാരുണ്ടായെന്ന് ഞാൻ അതിൻ്റെ ബാക്ക് കൂടിയിട്ടില്ല. പക്ഷെ ഇന്ന് അതിന് കുറച്ച് വാല്യൂ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കുറേ ആൾക്കാരെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. PI കോയിൻസ് റിലേറ്റഡ് ആക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ 2027 വരെ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ 2027 വരെ ലോക്ക് ഇടുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ചിലപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നഷ്ടം വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോക്കിട്ടാൽ നിങ്ങൾക്ക് ശരി തന്നെ, ലോക്കിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റേക്കിംഗ് മൈനിങ്ങിൻ്റെ വാല്യൂ കൂടി നിങ്ങൾക്ക് മോർ കോയിൻസ് കിട്ടും. പക്ഷെ 2027 പീരീഡ് എന്താ, ഇപ്പോൾ 2025 ബുൾ മാർക്കറ്റ് ആണെങ്കിൽ 2027 എന്ന് പറഞ്ഞാൽ ബിയർ മാർക്കറ്റ് ടൈം ആയിരിക്കൂലേ. അപ്പോൾ ആ കിട്ടുന്ന സമയം അത്ര അടിപൊളി സമയമാണോ? ശരിയാണ്, ചിലപ്പം ആ സമയത്ത് ഇപ്പോൾ ഈ കോയിന് വലിയ വാല്യൂ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് എല്ലായിരിക്കും. പക്ഷെ നമ്മൾ അത് ചിന്തിക്കണം. കാരണം 2021 ബുൾ മാർക്കറ്റ് സമയത്ത് 5ROE എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോയിൻ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. ഏകദേശം ഒരു 5 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ള അതിൻ്റെ കോയിൻ ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു 10K ആയിട്ട് വിഡ്രോ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ വെച്ചു. നമുക്ക് നോക്കാം അതിന് എന്തെങ്കിലും, നമുക്ക് OC കിട്ടുന്നല്ലേ, പിന്നെ അത് സെല് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ആ എക്സ്ചേഞ്ച് തന്നെ ഇല്ല. അതായത് ആ എക്സ്ചേഞ്ച് തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ബിയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിക്ക് പറ്റാത്ത രീതിയിലേക്ക് അത് പോയി. അപ്പം അന്ന് ഞാൻ ആ കോയിന് ഏകദേശം 5 lakh worth കോയിൻസ് ഞാൻ സെല് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ലാഭമായിരുന്നു. പക്ഷെ ഞാനത് 10K സെല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചില ആൾക്കാർ ഈ
ഹോൾഡ് ചെയ്തോ ഈ പറയുന്ന പൈ കോയിൻസ് നിങ്ങൾ സെല്ല് ചെയ്യുന്നൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ ലോക്ക് ഇടണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചില ആൾക്കാർ എന്നോട് പറയാന്ന് പറഞ്ഞാൽ അത് സെല്ല് ചെയ്ത് പോകുന്നോണ്ട് അവസാനം അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ വേണം. അങ്ങനെയാണ് അത് ഒരു കോയിൻ അടിപൊളിയാവുമെന്ന് പറയുമ്പോൾ അങ്ങനെ സെല്ല് ചെയ്ത് പോക്ക് അതിൻ്റെ. പക്ഷെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കി, അടുത്ത കൊല്ലം ഇപ്പോൾ ഉദാഹരണത്തിന് 2025 നിങ്ങൾക്കൊരു നല്ല ഒരു ബുൾ മാർക്കറ്റ് സെറ്റപ്പ് കിട്ടി, PI കോയിൻസ് ലിസ്റ്റ് ചെയ്യുകയോ നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഓൾ ടൈം ഹൈയോ കിട്ടി, നിങ്ങൾക്ക് അന്ന് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2027 വരെ നിങ്ങൾ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് അന്ന് ആ സമയത്ത് എന്തായാലും ബിയർ മാർക്കറ്റ് സമയമായിരിക്കും. 2025 ശേഷം ബുൾ മാർക്കറ്റ് വന്ന് എന്തായാലും 4 ഇയർ സൈക്കിൾ ബിയർ മാർക്കറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടാണ് അർത്ഥം എന്താ. അപ്പോൾ 3 വർഷം എന്നൊക്കെ ഇപ്പം ലോക്ക് ഇടുന്നവരൊന്ന് ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് PI പോലുള്ള കോയിൻസൊക്കെ ലോക്ക് ഇടണ്ട. നിങ്ങൾ സെല്ല് ചെയ്യുന്നതിൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ അതൊന്നും നോക്കണ്ട. പക്ഷെ എനിക്കൊന്ന് ലോക്ക് ഇട്ട് വെക്കണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിൽ കളയണ്ട. പിന്നെ എനിക്കൊന്ന് എന്ത് കോയിനാണെങ്കിലും, എന്ത് PI ആണെങ്കിൽ, എന്ത് നിങ്ങൾക്ക് ഒരു കോയിന് നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ മൈൻ ചെയ്ത കോയിൻസ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1000 ഉണ്ടെങ്കിൽ ഒരു 200 എണ്ണം അങ്ങ് കൊടുത്ത് ക്യാഷാക്കി വെച്ചേക്കണം. കാരണം ഒന്നര പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. ഞാൻ ആയ സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അതിൽ നിന്നൊരു ലാഭം എടുത്തിട്ടില്ല എന്നുള്ള തോന്നുന്നത്. പിന്നെയുള്ള സാധനം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചോ, പിന്നെയുള്ള ലാഭം തന്നെയല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പരിപാടി ചെയ്യണം. അതായത് ഒരു കാര്യം നമുക്ക് കിട്ടി, ഉദാഹരണം ഏത് കോയിനായാലും, ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ PIൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്കിപ്പോൾ 10 രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് 10x ആണ്, 100 രൂപക്ക് വിറ്റാൽ 100x ലാഭം. അപ്പോൾ ഒരു 50x അല്ലെങ്കിൽ 40xൻ്റെ മുകളിലൊക്കെ ലാഭം ഉണ്ടെങ്കിൽ പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണം 1% എപ്പോഴും. കാരണം ആ റിവാർഡ് നമുക്ക് കിട്ടണം. ആ റിവാർഡ് കിട്ടിയാലേ ഭാവിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പരിപാടി ചെയ്യാൻ തോന്നും. അല്ലാണ്ട് ഇതിൽ നിങ്ങൾക്കൊരു റിവാർഡ് എടുക്കാണ്ട് വെക്കുക, എന്നിട്ട് ആ 100% ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക, പിന്നെ അതിനൊരു മോട്ടിവേഷൻ കുറയും. അപ്പോൾ എപ്പോഴും അതിൽ റിഗ്രറ്റ് ഒന്നും വേണ്ട. ചില ആൾക്കാർക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഷടോ ഞാൻ പ്രോഫിറ്റ് എടുത്തു പോയാലും എന്തിന്, ഒരിക്കലും 100% ചെയ്യാണ്ടിരിക്കുക, ഒരു 20% ചെയ്യുക, അത് ഗുഡ്. അതിന് റിഗ്രറ്റ്, പ്രോഫിറ്റ് എടുത്തതിന് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാകരുത്, പ്രത്യേകിച്ച് ക്രിപ്റ്റോ മാർക്കറ്റിൽ. കാരണം അതൊരാഴ്ച കഴിഞ്ഞ് അത് ലോസിലേക്ക് മാറും. അതൊരു ധാരണയുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം കേട്ടോ. ഈ ഒരു മാർക്കറ്റ് പീരീഡിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BTC 65K എബോവ് ആണെങ്കിൽ ഓക്കെയാണ്, മാർക്കറ്റ് സ്റ്റിൽ ഓക്കെയാണ്. ബിഡൻ്റെ ന്യൂസ് വന്നപ്പോൾ കുറച്ച് വോളറ്റിലിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നു. നമുക്ക് നോക്കാം. ട്രംപ് ആണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ഇങ്ങനെ വരട്ടെ, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവട്ടെ. ട്രംപ് മാത്രമാണെങ്കിൽ ജയിക്കുന്നു ഏകദേശം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പവർ ഉണ്ടാവില്ല. ഇതിങ്ങനെ അൺസർട്ടനിറ്റി വന്ന് ലാസ്റ്റ് ട്രംപ് ജയിക്കുകയോ മറ്റോ ചെയ്താൽ പെട്ടെന്നൊരു പമ്പ് ഉണ്ടാവും, ആ ഒരു ഹൈപ്പ് ഉണ്ടാവും, ഓരോ ന്യൂസും നമുക്ക് വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ട്രംപിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസോ അവൻ്റെ ഇപ്പോൾ ബിറ്റ്കോയിൻ കോൺക്ലേവ് ഒക്കെ ഈ പറയുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്ന സമയത്ത് ട്രംപിൻ്റെ ഒരു വേർഡൊക്കെ എന്ത് ചെയ്യപ്പെടാം, ആ കോൺക്ലേവിനൊക്കെ വല്ലാതെ ന്യൂസ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു ഗുണമുള്ള സംഭവം തന്നെയാണ്. ഈ ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ 65K എബോവ് BTC ക്ലോസ് ചെയ്യുകയാണെങ്കിൽ PI ഹോൾഡേഴ്സിനോട് ഞാൻ ഈ വിഷയം എന്തായാലും കേൾക്കുക. അത് ചോദിക്കുന്നുണ്ട് വിവേക്. ഫ്യൂച്ചർ ട്രേഡ് നാളെ മുതൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീക്ക്ലി ക്ലോസ് നോക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ 10x കോയിൻ്റെ എല്ലാ കോയിൻ്റെ വീക്ക്ലി ക്ലോസ് നാളെ ഞാൻ അനലൈസ് ചെയ്യും. നാളെ എന്നിട്ട് അത് എല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കണം. എല്ലാതിൻ്റെ വീക്ക്ലി ക്ലോസ് സ്ട്രോങ് ആണോ അല്ലെങ്കിൽ വീക്കാണോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇന്ന് ഇന്നത്തെ ക്ലോസിന് ശേഷം നാളെ എൻ്റെ അനലൈസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കോയിൻസിലും ഫ്യൂച്ചർ ഇടാം. ഓക്കെ, ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം അത് അവിടെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാസറക്സിൽ USDT $68 രൂപയിലു വാങ്ങാം. നടക്കില്ല, കാരണം അതിൽ പൈസ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഇല്ലവർ സെല് ചെയ്യാൻ നോക്കുന്നവർക്ക് എന്തെങ്കിലും USDT ആയിട്ടുള്ളവർ ഒഴിവാക്കി വിടുന്നതാണ്. ഹാമിദ്, നീ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ സഹായിക്കാം. PI ഏത് കോയിനെ സെല് ചെയ്യാൻ ഇപ്പം എനിക്ക് സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് സെല് ചെയ്യാൻ പറ്റും തോന്നി. ഇപ്പോൾ 2-3 എൻ്റെ മെമ്പേഴ്സിൻ്റെ തന്നെ കുറച്ച് എമൗണ്ട് ഉണ്ട്, ഇതിൽ ഒരുമിച്ച് ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കുറച്ച് ഹൈ റേറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഹൈ റേറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് അധികമുള്ള സാധനം കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്കത് ചെയ്യാമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആറ്റം അടിപൊളി കോയിൻ തന്നെയാണ്, XRP ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ 10x ഇല്ല. പക്ഷെ ആറ്റം ആൾക്ക് ഇഷ്ടമുള്ള കോയിൻ തന്നെയാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ PI കോയിൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എപ്പോഴും അതിൻ്റെ വീഡിയോ പെട്ടെന്ന് വന്നവരാണെങ്കിൽ എന്തായാലും അത് വോയിസ് ആയിട്ട് കേൾക്കുക. ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ. വേറെന്താണ് അപ്ഡേറ്റുകൾ? വാസറക്സ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. വാസറക്സ് ഓറിപ്പം ട്രേഡിംഗ് ഒക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ വാസറക്സിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കാണ്. കാരണം ഓരെന്ത് കാണിക്കുന്നു, ഓൾറെഡി ഒരു സങ്കടത്തിൽ മെമ്പർ ട്രേഡും കൂടിയും ബ്ലോക്ക് ചെയ്യുക,
എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഒന്ന് റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. ഹോപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് വേജർക്സാ. ഹോപ്പ് ഉണ്ടാവണ്ടേ, പിന്നെ എത്ര കോടി അങ്ങനെയൊന്നും ഓർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, തട്ടിപ്പോ നടത്താൻ പറ്റില്ലല്ലോ. INJ ഹോപ്പുള്ള കോയിൻ തന്നെയാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ വീക്ക്ലി ക്ലോസ് നോക്കട്ടെ ഇന്ന് എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഓക്കേടാ, അടിപൊളി തന്നെയല്ലേ പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എല്ലാം എൻ്റെ വീക്ക്ലി ക്ലോസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഗ്രൂപ്പിൽ നമ്മൾ വീണ്ടും ഫ്യൂച്ചർ ട്രേഡ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ BTCൻ്റെ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. നാളെ മറ്റന്നാൾ തൊട്ടിട്ട് വീണ്ടും ഫ്യൂച്ചർ ട്രേഡ് സജീവമാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. സ്പോട്ടിൽ നമ്മുടെ 10x കോയിനിലും വാങ്ങി വെക്കാം. ഓക്കെ, ശരി, നമുക്ക് പിന്നെ കാണാം. ഓക്കെ.